എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഭരതാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ ആഹ തമിഴിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമയുടെ തമിഴ് വെർഷനാണ് ഇന്ന് OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയെക്കുറിച്ചാണ്. എക്സ്ട്രാഡീസൺ എന്ന സിനിമ തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫാമിലി മൂവിയാണ്. സുരാജ് ഗ്രേസ് ആന്റണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കിലാണ് ED സിനിമയുടെ OTT റിലീസ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 24-ന് ED സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഹലോ മമ്മി. ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ മനോരമ മാക്സും വാങ്ങിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിൽ ഹലോ മമ്മിയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ 2000 കോടി ക്ലബിൽ ഇടം പിടിച്ചതാണ്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം 30-നാണ് പുഷ്പ 2 നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നത്. എല്ലാ ഭാഷകളിലും അന്ന് തന്നെയാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഭാവനയാണ് സിനിമയിലെ നായിക. ഒരു ഹൊറർ മൂവിയാണ് ഹണ്ട്. കുറെ കാലമായി ഹണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒടുവിൽ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീക്കിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വരുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണിമുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു മാർക്കോ. ഇപ്പോഴത്തെ മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 4-ാം തീയതി മാർക്കോ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. അനശ്വര, ആസിഫ് അലി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ രേഖാചിത്രം എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത മാസമായിരിക്കും സിനിമയുടെ റിലീസ്. ഫെബ്രുവരി 2nd വീക്കിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടില്ല. ആമസോൺ പ്രൈം കഴിഞ്ഞ മാസമായിരുന്നു കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടത്. ഇപ്പോഴത്തെ ബാന്ദ്ര സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ദിലീപ് തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. ബാന്ദ്ര സിനിമ അടുത്ത വീക്കിൽ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.